തൃശൂർ നഗരത്തിന്റെ ഹൃദയമായ തേക്കിൻകാട് മൈതാനം സായാഹ്ന വെയിലിന്റെ സ്വർണ്ണനൂലുകളാൽ തുന്നിച്ചേർത്ത ഒരു പച്ചപ്പരവതാനി പോലെ തിളങ്ങിനിന്നു. ദൂരെ വടക്കുംനാഥന്റെ ശ്രീകോവിലിൽ നിന്നും ഉയരുന്ന മണിനാദം സായാഹ്നത്തിലെ ഇളങ്കാറ്റിലലിഞ്ഞ് ഒരു പുണ്യമായി കാതുകളിലെത്തി. പതിവു തിരക്കുകളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും മാറി വലിയൊരു വാഗമരത്തിന്റെ തണൽപ്പറ്റി അരുണിരുന്നു. അവന്റെ കണ്ണുകൾ മുന്നിലെ പുൽത്തകിടിയിൽ വാഗപ്പൂക്കൾ ശേഖരിക്കുന്ന മീരയിലായിരുന്നു. കാറ്റിലടർന്നു വീഴുന്ന ഓരോ ചുവന്ന പൂവും അവളുടെ കറുത്ത മുടിയിഴകളിൽ പറ്റിപ്പിടിച്ച് ആരോ ഒരുക്കിയ സിന്ദൂര പൊട്ടുകൾ പോലെ തോന്നിപ്പിച്ചു. അവന്റെ ഓർമ്മകൾ കോളേജിലെ ആർക്കിടെക്ചർ ലൈബ്രറിയുടെ നിശബ്ദതയിലേക്ക് ഊളിയിട്ടു. നൂറുകണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ ഒരു വലിയ ഡിസൈൻ ഷീറ്റിനു മുകളിലേക്ക് കുനിഞ്ഞിരുന്ന് ശ്രദ്ധയോടെ വരയ്ക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് അവൻ ആദ്യമായി ആ കണ്ണുകളിലെ തിളക്കം കാണുന്നത്. അവളുടെ ഡിസൈനിലെ ഒരു ചെറിയ ഘടനാപരമായ പിഴവ് തിരുത്തിക്കൊടുക്കാനാണ് അവൻ അന്ന് അടുത്തേക്ക് ചെന്നത്. ഇവിടെ ഈ ബീം കൊടുത്താൽ സ്ട്രക്ചറൽ ലോഡ് താങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ സംഭാഷണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഡിസൈനിന്റെ ആദ്യത്തെ വരയായിരുന്നു. എന്താ അരുണേട്ടാ, ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? എന്തുപറ്റി ഇത്ര കാര്യമായിട്ടൊരു നോട്ടം? എന്റെ മുഖത്ത് വല്ല കരിവാരി തേച്ചിട്ടുണ്ടോ? മീരയുടെ കളിച്ചിരി അവന്റെ ചിന്തകളെ മുറിച്ചു. നാണത്താൽ ചുവന്ന കവിളുകൾ മറയ്ക്കാൻ ശ്രമിച്ച് അവൾ വെറുതെ മുഖത്ത് തടവി. ഉണ്ട്, അവൻ ഗൗരവം നടിച്ചു പറഞ്ഞു. അവളുടെ മുഖത്ത് പരിഭ്രമം പടർന്നു. എന്റെ ജീവിതം മുഴുവൻ നിന്റെ ഈ മുഖത്ത് പറ്റിയിരിപ്പുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഡിസൈൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച നിർമ്മിതി ഏതാണെന്ന്. സംശയമില്ല, അത് നീ തന്നെയാണ് നീരു. അവന്റെ ശബ്ദത്തിലെ പ്രണയാർദ്രമായ നേർത്ത വിറയൽ അവളുടെ ഹൃദയത്തിൽ തൊട്ടു. അവളുടെ കവിളുകളിൽ വാഗപ്പൂവിനേക്കാൾ ചുവപ്പ് പടർന്നു. ക്ലാസ് കഴിഞ്ഞുള്ള ഒരുമിച്ചുള്ള യാത്രകൾ, തേക്കിൻകാട്ടിലെ പുൽമൈതാനങ്ങളിൽ പങ്കുവച്ച സ്വപ്നങ്ങൾ, ഒരേ കപ്പിൽ നിന്നും ഊതിക്കുടിച്ച കട്ടൻചായയുടെ മധുരം. അവരുടെ ലോകം ചെറുതും അതിമനോഹരവുമായിരുന്നു. കലയുടെയും പ്രകൃതിയുടെയും ഓരോ തുടിപ്പും ആസ്വദിച്ച അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങൾ അനവധിയായിരുന്നു. അച്ഛൻ സമ്മതിക്കുമോ മീരു? പലതവണ ചോദിച്ച ആ ചോദ്യം വീണ്ടും അവന്റെ ചുണ്ടിലെത്തിയപ്പോൾ അതിൽ ആശങ്കയുടെ നേർത്ത പടലമുണ്ടായിരുന്നു. അരുണേട്ടൻ ധൈര്യമായി വന്ന് സംസാരിക്ക്. എന്റെ അച്ഛൻ കണിശക്കാരനാണെന്നേയുള്ളൂ, പാവമാ. സ്നേഹമുള്ളവയെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എന്നെ മനസ്സിലാക്കിയ അച്ഛന് എന്റെ ഇഷ്ടത്തെയും മനസ്സിലാകും. അവളുടെ വാക്കുകളിലെ ആത്മവിശ്വാസം അവന് നൽകിയത് വലിയ ഉറപ്പായിരുന്നു. ആ ഉറപ്പിലായിരുന്നു പഠനം കഴിഞ്ഞ് ഒരു ചെറിയ ആർക്കിടെക്ചർ സ്ഥാപനത്തിൽ ജോലി കിട്ടിയ ഉടനെ അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്നത്. ഒറ്റമകളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പിതാവിന്റെ എല്ലാ ആശങ്കകളും അരുണിന്റെ സൗമ്യമായ പെരുമാറ്റത്തിനും കണ്ണുകളിലെ ആത്മാർത്ഥതയ്ക്കു മുന്നിൽ അലിഞ്ഞില്ലാതായി. ഒറ്റമോളാ, അവളെ പൊന്നുപോലെ നോക്കണം. മീരയുടെ അച്ഛൻ അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ ആ പിതൃവാത്സല്യത്തിനു മുന്നിൽ അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ വാക്ക് ഹൃദയത്തിൽ കുറിച്ചിട്ടു. അങ്ങനെ പുണ്യമായ ഗുരുവായൂർ മണ്ണിൽ വച്ച് മഞ്ഞപ്പെട്ടുടുത്ത് തുളസിക്കതിർ ചൂടി ചന്ദനക്കുരി തൊട്ട് നാണത്താൽ മുഖം കുരിച്ചു നിന്ന മീരയുടെ കഴുത്തിൽ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി അവൻ സ്വർണ്ണത്താലി ചാർത്തി. അവരുടെ പ്രണയം സാക്ഷാത്കരിക്കപ്പെട്ട ആ നിമിഷം ചുറ്റുമുള്ള നാദസ്വരമേളത്തേക്കാൾ ഉച്ചത്തിൽ അവരുടെ ഹൃദയങ്ങൾ മിടിക്കുന്നുണ്ടായിരുന്നു. തൃശൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും അകന്ന് ശാന്തമായ ഒരു ഗ്രാമത്തിന്റെ ഓരത്ത് മാവും പ്ലാവും നിറഞ്ഞ പറമ്പിന് നടുവിലെ പഴയ ഓട്ടിട്ട വീട് അവർ വാടകയ്ക്കെടുത്തു. ഒറ്റനോട്ടത്തിൽ അതൊരു പഴയ വീടായിരുന്നു, പക്ഷേ അരുൺ എന്ന ആർക്കിടെക്റ്റിന്റെ കണ്ണിൽ അതൊരു ക്യാൻവാസ് ആയിരുന്നു. അവന്റെ കൈകളിൽ ആ വീട് പുനർജനിച്ചു. അവർ ഒരുമിച്ച് ചുമരുകളിലെ പഴയ അടരുകൾ ചുരണ്ടിക്കളഞ്ഞ ഇളം നീല നിറം നൽകി. പൊടിപിടിച്ച തടി ജനലുകൾ പോളിഷ് ചെയ്തു മിനുക്കിയെടുത്തു. മുറ്റത്ത് കരിങ്കല്ലുകൊണ്ടൊരു തുളസിത്തറ കെട്ടി അതിനരികിൽ പടർന്നു കയറാൻ ഒരു മുല്ലവള്ളി നട്ടു. നമ്മുടെ സ്നേഹം പോലെ ഇതും വളർന്നു പന്തലിക്കും, നോക്കിക്കോ, മീര പറഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്തുപിടിച്ചു. അരുൺ സ്വന്തമായി ഒരു ചെറിയ ആർക്കിടെക്ചർ ഓഫീസ് തുടങ്ങി. അരുൺ ഡിസൈൻസ് എന്ന ചെറിയ ബോർഡിന് താഴെ അവന്റെ ആദ്യത്തെ ക്ലയന്റും ഏറ്റവും വലിയ വിമർശികയുമായി മീരയുണ്ടായിരുന്നു. അവന്റെ ഓരോ ഡിസൈനിലും അവളുടെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. രാത്രി വൈകി അവൻ പ്ലാനുകൾ വരച്ചിരിക്കുമ്പോൾ അവൾ ചൂടുള്ള കട്ടൻചായയുമായി അവന്റെ അരികിലെത്തും. ഏട്ടാ, ഈ ലിവിംഗ് റൂമിന് വെളിച്ചം കുറവാണ്, ഇവിടെ ഒരു വലിയ ജനൽ കൊടുത്താലോ? അവൾ അവന്റെ തോളിൽ തലോടിക്കൊണ്ട് ചോദിക്കും. അവൻ സ്നേഹത്തോടെ അവളെ നോക്കി പുഞ്ചിരിക്കും. എന്നിട്ട് ആ മാറ്റം അവന്റെ പ്ലാനിൽ കുറിച്ചിടും. അവരുടെ ലോകം ചെറുതും പക്ഷേ സന്തോഷവും സംതൃപ്തിയും കൊണ്ട് സമ്പന്നവുമായിരുന്നു. ഒരു പൗർണമി രാത്രിയിൽ മുറ്റത്തെ മുല്ലയുടെ മതിക്കുന്ന സുഗന്ധം ആസ്വദിച്ചിരിക്കുമ്പോൾ അവൾ അവന്റെ മടിയിൽ തലവെച്ച് കിടന്നു. നമ്മുടെ ഈ വീടിനൊരു പേര് വേണ്ട അരുണേക്കാ, അവൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഏറ്റവും നല്ല ഡിസൈനർ ഇവിടെയില്ലേ, നീ തന്നെ കണ്ടുപിടിച്ചോ? അവൾ ആകാശത്തെ പൂർണ്ണചന്ദ്രനെ നോക്കി ഒരു നിമിഷം ആലോചിച്ചു. വസന്തം, നമ്മുടെ ജീവിതം പോലെ എന്നും പൂത്തു നിറഞ്ഞു നിൽക്കുന്ന ഒരിടം, ഒരിക്കലും കൊഴിയാത്ത വസന്തം.
ആ പേര് അവന്റെ ഹൃദയത്തിൽ തൊട്ടു. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. കൊള്ളാം, നമ്മുടെ വസന്തം. ആ നിലാവിൽ, ആ വീടിന്റെ നെറ്റിയിൽ സ്നേഹം കൊണ്ട് അവർ ആ പേരെഴുതി. വസന്തത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ ഋതുക്കൾ പോലെ വേഗത്തിൽ കടന്നുപോയി. വർഷങ്ങൾ 2ആയി. ഒരു ബന്ധുവിന്റെ മകളുടെ നൂലുകെട്ട് ചടങ്ങിന് പോയതായിരുന്നു അവർ. ചടങ്ങിന്റെ ബഹളങ്ങൾക്കിടയിൽ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന വലിയമ്മയുടെ ചോദ്യം ഒരു മുള്ളുപോലെ അവളുടെ മനസ്സിൽ തറച്ചു. വിശേഷമൊന്നുമില്ല മോളെ ഇതുവരെ? ആ ചോദ്യത്തിലെ സ്നേഹത്തേക്കാൾ അതിലൊളിപ്പിച്ചുവെച്ച കൗതുകവും സഹതാപവും അവളെ വേദനിപ്പിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. പക്ഷെ അന്ന് രാത്രി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ നിറവയറുമായി നിൽക്കുന്ന തന്നെ സങ്കൽപ്പിച്ചു നോക്കി. ഒരു കുഞ്ഞിന്റെ കരച്ചിലിനായി അവളുടെ കാതുകൾ കൊതിച്ചു. എന്താണ് വൈകുന്നത്? ആ ചോദ്യം ആദ്യമായി അവൾ സ്വയം ചോദിച്ചു. ആ ചോദ്യം പിന്നീട് പലയിടങ്ങളിൽ നിന്നും പല രൂപത്തിൽ അവരെ തേടിയെത്തി. സൗഹൃദ സദസ്സുകളിലെ തമാശകളിലും കുടുംബസംഗമങ്ങളിലെ അടക്കം പറച്ചിലുകളിലും അത് നിറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ അരുൺ അറിയാതെ അവൾ തലയിണയിൽ മുഖമമർത്തി കരഞ്ഞു തുടങ്ങി. അവളുടെ കണ്ണുനീരിന്റെ നനവ് തിരിച്ചറിഞ്ഞ ഒരു രാത്രി അരുൺ അവളെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചു. മീരു, സാരമില്ല, ഇതൊരവസാനമല്ല. ചികിത്സകൾ ഇനിയുമുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു വഴി. നമ്മൾ തോൽക്കാൻ പാടില്ല. അവൾ കരഞ്ഞില്ല. പതിയെ എഴുന്നേറ്റ് നിർവികാരമായി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരിക്കൽ താൻ കണ്ട പ്രണയമായിരുന്നില്ല, കനലെരിയുന്ന നീരസമായിരുന്നു. മതി, എനിക്ക് വയ്യ ഇനി ഈ കള്ളങ്ങൾ കേട്ട് ജീവിക്കാൻ. ഈ അഭിനയം ഞാൻ മടുത്തു. നമുക്ക് പിരിയാം. അരുൺ ഞെട്ടിത്തെരിച്ച് അവളെ നോക്കി. എന്താ നീ പറയുന്നത്? തമാശ പറയുകയാണോ മീനു? അല്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം അരുണേട്ടാ. ഒരമ്മയാകണം. എന്റെ കൂട്ടുകാരികളെല്ലാം അമ്മമാരായി. ബന്ധുക്കളുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് മടുത്തു. ഈ ജീവിതത്തിൽ അതൊരിക്കലും നടക്കില്ലെന്നെനിക്കറിയാം. കാരണം പ്രശ്നം എനിക്കല്ല, നിങ്ങൾക്കാണ്. ഇനിയും എന്റെ ജീവിതം ഈ പ്രതീക്ഷയില്ലാത്ത കാത്തിരിപ്പിൽ ഹോമിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ പറഞ്ഞ ഓരോ വാക്കും മൂർച്ചയേറിയ കഠാരി പോലെ അവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. അവൻ അവളുടെ കാൽക്കൽ വീണു, കെഞ്ചി, കരഞ്ഞു. മീനു, എന്നെ ഉപേക്ഷിക്കല്ലേ. നമ്മൾ ഒരുമിച്ചുകൊണ്ട സ്വപ്നങ്ങളോ, നമ്മുടെ വസന്തമോ? പക്ഷേ അവളുടെ തീരുമാനം പാറ പോലെ ഉറച്ചതായിരുന്നു. ആ രാത്രി അവരുടെ പ്രണയകൂടാരമായിരുന്ന വസന്തം എന്ന സ്വർഗം കണ്ണീരിന്റെയും വേദനയുടെയും നരകമായി മാറി. കുടുംബ കോടതിയുടെ തണുത്തുറഞ്ഞ ഇടനാഴികൾക്ക് പറയാൻ ഒരുപാട് തകർന്ന ഹൃദയങ്ങളുടെ കഥകളുണ്ടായിരുന്നു. അരുണിന്റെയും മീരയുടെയും കഥ അതിലൊന്നായി മാറി. വെളുത്ത ചുരിദാർ ധരിച്ച് നിർവികാരമായ മുഖത്തോടെ മീര അവളുടെ വക്കീലിന്റെ അരികിൽ നിന്നു. അവളുടെ ബന്ധുക്കൾ അവൾക്ക് ചുറ്റും ഒരു കോട്ട പോലെ നിലയുറപ്പിച്ചു. അരുൺ അവസാനമായി ഒരു ശ്രമം നടത്തി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മീരു, പ്ലീസ്, അവസാനമായി ഒന്നുകൂടി ആലോചിക്കേ. നമ്മുടെ പ്രണയത്തെ ഓർത്തെങ്കിലും. അവൾ അവനെ നോക്കുക പോലും ചെയ്യാതെ തലതെരിച്ചു. എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും സംസാരിക്കാനില്ല. എന്റെ ജീവിതം എനിക്ക് തിരികെ വേണം. വിചാരണവേളയിൽ അവളുടെ വാക്കുകൾ കൂടുതൽ കഠിനമായി. ഒരു കുഞ്ഞിനെ നൽകാൻ കഴിവില്ലാത്ത ഭർത്താവിനൊപ്പം ജീവിച്ച് തന്റെ യൗവനം പാഴാക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾ യാതൊരു ഭാവഭേദമില്ലാതെ കോടതിയിൽ പറഞ്ഞു. ഓരോ വാക്കും അരുണിനെ പൊതുസമൂഹത്തിനു മുന്നിൽ നഗ്നനാക്കി. ഒടുവിൽ യാതൊരു സങ്കോചവുമില്ലാതെ അവൾ വിവാഹമോചന കരാറിൽ ഒപ്പുവെച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നകന്നു. ഒരു കാലത്ത് തന്റെ ലോകമായിരുന്ന പെൺകുട്ടി ഒരു വാക്കുപോലും മിണ്ടാതെ, കണ്ണുകളാൽ പോലും യാത്ര പറയാതെ ഒരു അപരിചിതയെപ്പോലെ കടന്നുപോകുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. മീരയില്ലാത്ത വസന്തം അരുണിനോട് ശവസ്ഥലം പോലെ തോന്നി. ഓരോ കോണിലും അവളുടെ ചിരിയും സംസാരവും ഓർമ്മകളും അവനെ വേട്ടയാടി. മുറ്റത്തെ മുല്ലവെള്ളി പൂത്തുലഞ്ഞു നിന്നെങ്കിലും ആ സുഗന്ധം അവന് ആസ്ഫിക്സിയ ഉണ്ടാക്കി. ഒരു നാൾ അലമാര വൃത്തിയാക്കുമ്പോൾ അവളുടെ ഒരു പഴയ ജിമിക്ക് കമ്മൽ താഴെ വീണു. അത് കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് അവൻ ഒരുപാട് നേരം കരഞ്ഞു. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആ വീട് വിറ്റു. എന്നിട്ട് തൃശൂർ നഗരത്തിൽ നിന്നും മാറി പുഴയുടെ കരയിലായി ഒരു തുണ്ട് ഭൂമി വാങ്ങി തനിക്കായി പുതിയൊരു വീട് പണിയാൻ തുടങ്ങി. അവന്റെ മുഴുവൻ ശ്രദ്ധയും ജോലിയിലായി. പകൽ സൈറ്റിലെ കല്ലിനോടും മണ്ണിനോടും മല്ലിട്ടു. രാത്രികളിൽ ഒറ്റപ്പെടലിന്റെ വേദനയിൽ നീറി. വിഷാദം അവനെ പൂർണ്ണമായും വിഴുങ്ങി. മാസങ്ങളോളം അവൻ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ജീവിച്ചു. അവന്റെ താടി വളർന്നു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നു. വീടിന്റെ ഓരോ കല്ല് കെട്ടിപ്പൊക്കുമ്പോഴും തകർന്നുപോയ തന്റെ ജീവിതത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു അവൻ. വേർപിരിഞ്ഞ 6 മാസത്തിനുള്ളിൽ നീരയുടെ വിവാഹം കഴിഞ്ഞു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ളൊരു ഒത്തുതീർപ്പായിരുന്നു അത്. പുതിയ ഭർത്താവ് ദുബായിൽ വലിയ ബിസിനസ്സുകാരനായിരുന്നു. പണത്തിനും സൗകര്യങ്ങൾക്കും ഒരു കുറവുമുണ്ടായിരുന്നില്ല. പക്ഷേ ആഡംബരങ്ങൾക്കിടയിൽ അവൾ ശ്വാസം മുട്ടി. തിരക്കിട്ട ജീവിതത്തിനിടയിൽ അവൾക്കുവേണ്ടി സമയം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. സംസാരം പോലും ഫോൺ വിളികളിൽ ഒതുങ്ങി. ഒരു ദിവസം പാർക്കിലിരിക്കുമ്പോൾ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ കൊഞ്ചുന്നത് കണ്ട് മീരയുടെ കണ്ണു നിറഞ്ഞു. അപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയത്. തനിക്ക് നഷ്ടപ്പെട്ടതൊരു കുഞ്ഞിനെ മാത്രമല്ല, തന്നെ ജീവനതുല്യം സ്നേഹിച്ച ഒരു മനുഷ്യനെയും കൂടിയാണെന്ന്. അരുണിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും വില അവൾ വളരെ വൈകിയായിരുന്നു അറിഞ്ഞത്.
പുഴയുടെ കരയിൽ അരുൺ പണിത പുതിയ വീട് മനോഹരമായിരുന്നു. അവന്റെ മനസ്സിന്റെ മുറിവുകൾ കാലം പതിയെ ഉണക്കി തുടങ്ങിയിരുന്നു. ആ സമയത്താണ് അവൻ ലക്ഷ്മിയെ കണ്ടുമുട്ടിയത്. ഒരു പൊതുസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അത്. ലക്ഷ്മി അടുത്തുള്ള സ്കൂളിലെ അധ്യാപികയായിരുന്നു. വിവാഹമോചിതയായിരുന്നു. സ്നേഹമില്ലാത്തൊരു ബന്ധത്തിന്റെ വേദനകൾ അവൾക്കും പരിചിതമായിരുന്നു. അതുകൊണ്ടുതന്നെ അരുണിന്റെ മൗനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു. അവരുടെ സൗഹൃദം പതിയെ വളർന്നു, പരസ്പരം താങ്ങും തണലുമായി മാറി. ഒരു ദിവസം പുഴയുടെ കരയിലിരുന്ന് അസ്തമയം നോക്കിയിരിക്കുമ്പോൾ അവൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ലക്ഷ്മി. എല്ലാ കുറവുകളും അറിഞ്ഞിട്ടും എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അവന്റെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അവൾ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് പുഞ്ചിരിച്ചു. തുറന്ന പുസ്തകങ്ങൾ വായിക്കാനാണ് എളുപ്പം. എനിക്ക് പൂർണ്ണ സമ്മതം. അതായിരുന്നു അവളുടെ മറുപടി. അവരുടെ വിവാഹം വളരെ ലളിതമായിരുന്നു. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങ്. അധികം വൈകാതെ അവരുടെ ജീവിതത്തിലേക്ക് ആ സന്തോഷവാർത്ത എത്തി. ലക്ഷ്മി ഗർഭിണിയാണ്. ഡോക്ടറുടെ മുറിയിൽ വെച്ച് ആ വാർത്ത കേട്ടപ്പോൾ അരുണിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർമാർ എഴുതിത്തള്ളിയ തന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്നു. അവൻ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അത് സന്തോഷത്തിന്റെ, ദൈവത്തോടുള്ള നന്ദിയുടെ കണ്ണുനീരായിരുന്നു. കൃത്യസമയത്ത് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവർ അവൾക്ക് അൻവി എന്ന് പേരിട്ടു. ഭാഗ്യം കൊണ്ടുവന്നവൾ എന്നർത്ഥത്തിൽ. ആദ്യമായി ആ കുഞ്ഞിനെ കൈകളെടുത്തപ്പോൾ അരുൺ വർഷങ്ങൾക്ക് മുൻപുള്ള മുറിവുകളെല്ലാം മറന്നു. അവൻ നല്ലൊരു ഭർത്താവും അതിലുപരി വാത്സല്യമുള്ള ഒരച്ഛനുമായി മാറി. അവന്റെ ലോകം അൻവി മോളുടെ ചിരിയിലും കൊഞ്ചലിലുമായി ഒതുങ്ങി. വർഷങ്ങൾ 5 കടന്നുപോയി. അരുണിന്റെയും ലക്ഷ്മിയുടെയും ജീവിതം അൻവി മോൾക്ക് ചുറ്റുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ തിരക്കിട്ട് ജോലി ചെയ്യുമ്പോഴാണ് അരുണിന്റെ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നത്. ഹലോ, അരുൺ ഡിസൈൻസ്. മറുതലക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ അവന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയേക്കാവുന്ന ആ ശബ്ദം അവൻ കേട്ടു. അരുണേട്ടാ, ഇത് ഞാനാ, മീര. വർഷങ്ങൾ മായാത്ത ആ ശബ്ദം കേട്ട് അവൻ ഒരു നിമിഷം നിശ്ചലനായി. ഓർമ്മകളുടെ ഒരു പ്രവാഹം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. എനിക്കൊന്ന് കാണണം, ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. അവൾ ഇടറിലിരുന്നു. അതിൽ യാചനയുടെ സ്വരമുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ ലക്ഷ്മിയോട് കാര്യം പറഞ്ഞു. അവൾ ശാന്തമായി എല്ലാം കേട്ടു. പോയിട്ട് വാ, എന്താണെന്ന് കേൾക്ക്. മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ചിലപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകൾ നല്ലതാണ്. ഭൂതകാലത്തെ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പക്വതയുള്ള വാക്കുകൾ അവന് ധൈര്യം നൽകി. അവർ ചാവക്കാട്ടെ ബീച്ചിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു. അസ്തമയ സൂര്യന്റെ ചുവന്ന രശ്മിയിൽ കടൽ തീരം തിളങ്ങി. ദൂരെ നിന്ന് നടന്നുവരുന്ന മീരയെ അവൻ കണ്ടു. അവൾ ഒരുപാട് ക്ഷീണിച്ചിരുന്നു. വില കൂടിയ സാരി ഉടുത്തിരുന്നെങ്കിലും പഴയ സൗന്ദര്യത്തിന് മങ്ങലേറ്റിരുന്നു. അവളുടെ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. സുഖമാണോ? അവൾ സംഭാഷണത്തിന് തുടക്കം കുറിച്ചു. അതെ, സുഖമായിരിക്കുന്നു, അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു അരുണേട്ടാ. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് മാപ്പ് തരണം. അവൾ പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അരുൺ ശാന്തമായി എല്ലാം കേട്ടിരുന്നു. അവന്റെ മനസ്സിൽ അവളോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹതാപം മാത്രം. കാലം അവന്റെ മുറിവുകളെല്ലാം ഉണക്കിയിരുന്നു. കരയരുത് മീര, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനതെല്ലാം എന്നേ മറന്നു, ക്ഷമിക്കുകയും ചെയ്തു. എനിക്ക് തിരികെ വരണം, പഴയ ജീവിതം. എനിക്ക് വീണ്ടും നമ്മുടെ വസന്തത്തിലേക്ക് വരണം. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. അരുൺ അവളെ വേദനയോടെ നോക്കി. അത് നടക്കില്ല മീര. എന്റെ ജീവിതം ഇപ്പോൾ വേറെയാണ്. ഞാൻ വീണ്ടും വിവാഹം കഴിച്ചു. എനിക്കൊരു മകളുണ്ട്, അൻവി. ആ വാക്കുകൾ കേട്ട് മീര ഞെട്ടിത്തെറിച്ചു. മകളോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അതെ മീര, നീ എന്നെ വിട്ടുപോയതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് നിന്നോട് ദേഷ്യമില്ല. കാരണം നീ പോയതുകൊണ്ടാണ് എനിക്ക് ലക്ഷ്മിയെയും എന്റെ മകളെയും കിട്ടിയത്. എന്റെ ജീവിതം ഇപ്പോൾ പൂർണ്ണമാണ്. ആ സന്തോഷം തന്നതൊരു പക്ഷേ നീയാണ്. മീരയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അരുണിന്റെ പക്വതയ്ക്കു മുന്നിൽ, അവന്റെ സന്തോഷത്തിനു മുന്നിൽ അവൾ ഒന്നുമല്ലായിട്ട്. താൻ വലിച്ചെറിഞ്ഞ ജീവിതം എത്ര മനോഹരമായാണ് മറ്റൊരാൾക്ക് കിട്ടിയതെന്ന് അവൾ വേദനയോടെ ഓർത്തു. അവൻ എഴുന്നേറ്റു. ഞാൻ പോകുന്നു. ലക്ഷ്മിയും മോളും കാത്തിരിക്കുന്നുണ്ടാകും. പോകുന്നതിനു മുൻപ് അവൻ അവളോട് പറഞ്ഞു, ഒന്നോർക്കുക, ക്ഷമിക്കാൻ അറിയുന്നവന് ദൈവം തന്നെയാണ് വിധിയെഴുതുന്നത്. സ്വന്തം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അവളൊന്നും മിണ്ടിയില്ല. ആദ്യമായി ജീവിതത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരാൾ അവൾ അവന്റെ പോക്ക് നോക്കി നിന്നു. തിരകൾ അവളുടെ പാദങ്ങളെ നനച്ചുകൊണ്ട് കടന്നുപോയി, ഭൂതകാലത്തിന്റെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ എന്നുപോലെ. വീട്ടിലേക്കുള്ള യാത്രയിൽ അരുണിന്റെ മനസ്സൊരു തൂവൽ പോലെ ഭാരമില്ലാത്തതായിരുന്നു. മനസ്സിൽ വർഷങ്ങളായി കൊണ്ടു നടന്ന അവസാനത്തെ ഭാരവും ഇറക്കിവെച്ചതുപോലെ. അപ്പോഴാണ് ലക്ഷ്മിയുടെ ഫോൺ വന്നത്. എത്തിയോ? ഇല്ല ലക്ഷ്മി, വരുന്ന വഴിക്കാണ്. അവിടെ അന്നു എന്തു ചെയ്യുന്നു? അച്ഛനെയും കാത്തിരുന്ന് എന്റെ മടിയിൽ കിടന്നുറങ്ങിപ്പോയി. വേഗം വാ. ആ ഫോൺ സംഭാഷണം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ പൂർണ്ണ സംതൃപ്തിയോടെ വണ്ടിയുടെ വേഗത കൂട്ടി തന്നെ കാത്തിരിക്കുന്ന സ്നേഹത്തിലേക്ക്, തന്റെ പുതിയ യഥാർത്ഥ വസന്തത്തിലേക്ക്. ചാവക്കാട്ടെ കടൽ തീരെ തിരുട്ടു വീണിട്ടും മീര അവിടെ തന്നെ ഇരുന്നു. അവളുടെ ഭാവി എന്തായിരിക്കും? അവൾ പശ്ചാത്താപത്തിന്റെ തീയിൽ എരിഞ്ഞു തീരുമോ? അതോ ചെയ്ത തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടൊരു പുതിയ ജീവിതം കണ്ടെത്തുമോ?
ആ ചോദ്യത്തിൽ ഉത്തരം കാലത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നു. ആ പാഠം പഠിച്ചുകൊണ്ട് മീല ഇരുട്ടിലേക്ക് എഴുന്നേറ്റ് നടന്നു. എങ്ങോട്ടെന്നില്ലാതെ ഒരു പുതിയ തുടക്കത്തിനായി. ചില നഷ്ടങ്ങൾ അനിവാര്യമാണ് പുതിയ ചില തുടക്കങ്ങൾക്ക് വേണ്ടി. സ്നേഹബന്ധങ്ങളുടെ ആലമും മൂല്യവും തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരുപാട് വൈകിപ്പോയേക്കാം. ആ തിരിച്ചറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ആ പാഠം പഠിച്ചുകൊണ്ട് മീര ഇരുട്ടിലേക്ക് എഴുന്നേറ്റ് നടന്നു. എങ്ങോട്ടെന്നില്ലാതെ ഒരു പുതിയ തുടക്കത്തിനായി.